നമസ്കാരം. ലഹരി സമൂഹത്തെയാകെ കാർന്നു തിന്നുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ലഹരി മാഫിയയെ തൂത്തെറിയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പ്രോത്സാഹനീയമാണ്. അതിനൊപ്പം തന്നെ ലഹരി മരുന്നുകൾക്ക് അടിമകളായി പോയ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അതിൽ നിന്ന് മോചിതരാക്കി തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ കൂടി ആവിഷ്കരിക്കേണ്ടിയിരിക്കും. പലപ്പോഴും പൊതുസ്ഥലങ്ങളിൽ പോലും നിലവിട്ട് പെരുമാറുന്ന യുവാക്കൾ കാഴ്ചക്കാരിൽ ഭീതി പരത്തുക പതിവാണ്. എപ്പോഴാണ് ഇത്തരക്കാർ അക്രമാസക്തരാകുകയെന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവാവ് കാട്ടിയ പരാക്രമം ഏറെ നേരം അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. യുവാവ് ലഹരി ഉപയോഗിച്ചാണ് അതിക്രമം കാട്ടിയത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോളിൽ. ആദ്യം സ്വാഗതം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരനായ യുവാവിന്റെ പരാക്രമം. ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ അനുവദിച്ചില്ല എന്നാരോപിച്ച് യുവാവ് ബ്ലേഡ് ഉപയോഗിച്ച് കൈഞ്ഞരമ്പ് മുറിച്ചു. രക്തം വാർന്നൊലിക്കുന്ന കൈയുമായി ഇയാൾ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. സെക്യൂരിറ്റി ജീവനക്കാരും പോലീസും ഏറെ നേരം പണിപ്പെട്ടാണ് ഇയാളെ സ്ഥലത്ത് നിന്ന് മാറ്റിയത്. യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെയും കുഞ്ഞിനെയും കാണാനെത്തിയതായിരുന്നു യുവാവ്. എന്നാൽ സമയക്രമം പാലിക്കാത്തതിനാൽ സെക്യൂരിറ്റി ജീവനക്കാർ ഇയാളെ തടഞ്ഞു. ഇതോടെ യുവാവ് ജീവനക്കാരുമായി തർക്കിക്കുകയായിരുന്നു. തർക്കം രൂക്ഷമായതോടെ കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് യുവാവ് സ്വന്തം കൈഞ്ഞരമ്പ് മുറിച്ചു. രക്തം വാർന്നൊഴുകിയിട്ടും ഇയാൾ ആശുപത്രി പരിസരത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നത്. ഇതിനിടെ സ്ഥലത്തുണ്ടായിരുന്നവരും യുവാവും തമ്മിലും തർക്കമുണ്ടായി. ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി. പോലീസ് ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ ഇടപെട്ടാണ് അക്രമാസക്തനായ യുവാവിനെ കീഴടക്കി അവിടെ നിന്ന് മാറ്റിയത്. തുടർന്ന് ഇയാൾക്ക് ആശുപത്രിയിൽ തന്നെ പ്രാഥമിക ചികിത്സ നൽകി. സംഭവത്തിൽ പോലീസ് യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ആലപ്പുഴയിൽ യുവാവിനെ ബന്ധു കുത്തിക്കൊന്നു. മംഗലം സ്വദേശി മനീഷാണ് കൊല്ലപ്പെട്ടത്. ബന്ധുവായ റോബിൻ ആണ് മനീഷിനെ കൊലപ്പെടുത്തിയത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റോബിന്റെ ഭാര്യയുമായി മനീഷിന് ബന്ധമുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകമെന്ന് പോലീസ് പറയുന്നു. ആലപ്പുഴ മംഗലം സ്വദേശി 29-കാരനായ മനീഷാണ് ക്രൂരമായ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ അടുത്ത ബന്ധുവായ റോബിൻ എന്ന 26-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യക്തിപരമായ തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വൈകിട്ട് 5:00-ഓടെയായിരുന്നു കൊലപാതകം. പ്രതിയായ റോബിന്റെ ഭാര്യയുമായി മനീഷിന് വഴിവിട്ട ബന്ധമുണ്ടെന്ന ആരോപണത്തെ ചൊല്ലി ഇരുവർക്കുമിടയിൽ ഏറെ നാളുകളായി വഴക്ക് നിലനിന്നിരുന്നതായി പോലീസ് പറയുന്നു. കുറേക്കാലമായി റോബിനും ഭാര്യയും തമ്മിൽ അകൽച്ചയിലാണ്. ഇതേച്ചൊല്ലി വീണ്ടും വാക്കേറ്റമുണ്ടാവുകയും പ്രകോപിതനായ റോബിൻ കയ്യിലുണ്ടായിരുന്ന ആയുധമെടുത്ത് മനീഷിനെ കുത്തുകയുമായിരുന്നാണ് വിവരം. ഗുരുതരമായി പരിക്കേറ്റ മനീഷിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മനീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. ചെറിയ തർക്കങ്ങളുടെ പേരിൽ പോലും ആളുകളെ കയ്യേറ്റം ചെയ്യാൻ മുതിരുന്നവരുണ്ട്. തിരുവനന്തപുരം പോത്തൻകോട് കടയ്ക്ക് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തത് തടഞ്ഞതിന് 2 ജീവനക്കാർക്ക് മർദ്ദനമേറ്റു.
കോൺഗ്രസ് പ്രവർത്തകൻ ദുബായ് നൌഷാദ് എന്ന നൌഷാദിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നാണ് പരാതി. മർദ്ദനമേറ്റവർ പോത്തൻകോട് പോലീസിൽ പരാതി നൽകി. പോത്തങ്കോട് ശാന്തിഗിരിക്ക് സമീപം പ്രവർത്തിക്കുന്ന ജോക്കി ഷോറൂമിലെ ജീവനക്കാരൻ അഭിജിത്തിനും ഷോറൂമിന് മുകളിൽ സർപ്ലസ് സ്റ്റോർ നടത്തുന്ന റിദിനുമാണ് മർദ്ദനമേറ്റത്. രാവിലെ 11 മണിയോടെയാണ് സംഭവം. കടയുടെ മുമ്പിൽ കാർ പാർക്ക് ചെയ്യുന്നത് തടഞ്ഞതിനെ തുടർന്ന് മദ്യപിച്ചെത്തിയ കോൺഗ്രസ് പ്രവർത്തകൻ ദുബായ് നൌഷാദ് എന്ന നൌഷാദ് അഭിജിത്തിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. ഇത് ചോദ്യം ചെയ്തോടെയാണ് റിദിന് മർദ്ദനമേറ്റത്. താൻ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകനാണെന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും നൌഷാദ് ഭീഷണി മുഴക്കിയതായും പരാതിയിൽ പറയുന്നു. നൌഷാദിനൊപ്പം എത്തിയ മൂവർ സംഘം പിന്നീട് ഇവരെ ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരും പോത്തങ്കോട് പോലീസിൽ പരാതി നൽകി. അതേസമയം തന്നെ മർദ്ദിച്ചെന്നാരോപിച്ച് നൌഷാദും പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ നൌഷാദിന്റെ വൈദ്യപരിശോധന നടത്താൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം പത്തനാപുരത്ത് 19-കാരിയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ ഒളിവിൽ പോയ മുഖ്യപ്രതിയെ തമിഴ്നാട് അതിർത്തിയായ ആര്യങ്കാവിൽ നിന്ന് പോലീസ് പിടികൂടി. പത്തനാപുരം ശാലയംപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മിഥുനാണ് പിടിയിലായത്. 2 ദിവസം മുമ്പായിരുന്നു ഈ ആക്രമണം. വീട്ടിൽ CCTV ക്യാമറ സ്ഥാപിച്ചതിന്റെ പേരിൽ ഇവർ തമ്മിൽ നേരത്തെ തർക്കത്തിലായിരുന്നു. വാട്ടർ ടാങ്ക് നിറഞ്ഞപ്പോൾ മോട്ടോർ നിർത്താൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നുള്ള തർക്കത്തിലാണ് പെൺകുട്ടിയെ മിഥുനും മാതാപിതാക്കളും ചേർന്ന് ആക്രമിച്ചത്. പത്തനാപുരം ഷാരോംപുരത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന 19-കാരിക്കാണ് സമീപത്തെ വാടക വീട്ടിൽ താമസിക്കുന്ന മറ്റൊരു കുടുംബത്തിൽ നിന്നും മർദ്ദനമേൽക്കേണ്ടി വന്നത്. അയൽവാസികളായ മിഥുന്റെ പിതാവ് സുനിൽ, മാതാവ് ജലജ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. കുറച്ചുകാലമായി മിഥുനും പിതാവും ഇവരെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തനാപുരം പോലീസിൽ പരാതി നൽകുകയും വീട്ടിൽ CCTV ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. ഇതോടെ വൈരാഗ്യം വർദ്ധിച്ചു. ഇരുകൂട്ടരും ഒരു മോട്ടോറാണ് വെള്ളം ശേഖരിക്കാൻ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം മിഥുന്റെ വീട്ടുകാർ ഓൺ ചെയ്ത മോട്ടോർ ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ടും നിർത്താഞ്ഞത് പെൺകുട്ടി ചോദ്യം ചെയ്തതാണ് പെട്ടെന്നുള്ള പ്രകോപന കാരണം. മിഥുനും കുടുംബവും 19-കാരിയുടെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കൈക്ക് പിടിച്ച് വലിച്ചെറിയുകയുമായിരുന്നു. പെൺകുട്ടി പത്തനാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് 50 ദിവസം തന്നെ സുനിലിനെ അറസ്റ്റ് ചെയ്തു. ഇതോടെ മിഥുനും മാതാവ് ജലജയും ഒളിവിൽ പോയി. മിഥുനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയതിനിടെയാണ് കഴിഞ്ഞ ദിവസം ആര്യങ്കാവ് അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിൽ നിന്നും പ്രതിയെ പിടികൂടുന്നത്. തന്റെ അമ്മയോട് മോശമായി പെരുമാറിയതിനാണ് മർദ്ദിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. പെട്രോൾ പമ്പിലെ ജീവനക്കാരിയാണ് മർദ്ദനത്തിന് ഇരയായ പെൺകുട്ടിയുടെ അമ്മ. ഇവരുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. ന്യൂസ് 18 പുനലൂർ. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന കേസിൽ യൂട്യൂബർ രാജൻ ജോസഫ് അറസ്റ്റിൽ. അടൂർ പോലീസ് എറണാകുളത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ശ്രീനാദേവി പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്തതിനാൽ അടുത്തിടെ വീണ്ടും പരാതി നൽകുകയായിരുന്നു. അടൂർ സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മയെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ യൂട്യൂബർ രാജൻ ജോസഫ് വീഡിയോ പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തിയെന്നാണ് പരാതി. അന്ന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. തുടർന്ന് വീണ്ടും ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയിലാണ് രാജൻ ജോസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി എറണാകുളത്ത് നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ മൊഴിയെടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. ജാമ്യം കിട്ടുന്ന കുറ്റമായതിനാലാണ് വിട്ടയച്ചത് എന്നാണ് പോലീസിന്റെ വിശദീകരണം.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച പരാതിക്കാരിയുടെ നിലപാടിനെതിരെയാണ് രാജൻ ജോസഫ് വീഡിയോ പ്രചരിപ്പിച്ചത്. രാജൻ ജോസഫിനെ ലോക്കപ്പിൽ ചെന്ന് സന്ദർശിച്ചുവെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന രാജനെ അടൂർ പോലീസ് എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തുവെന്നും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കുറിപ്പിൽ പറയുന്നു. മറ്റ് ചില പോലീസ് സ്റ്റേഷനുകളിലും രാജൻ ജോസഫിനെതിരെ കേസുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ബംഗളൂരുവിൽ ഓൺലൈൻ ഡെലിവറി ഏജന്റ് യുവതിയെ ഫ്ളാറ്റിനുള്ളിൽ കയറി ലൈംഗികമായി അപമാനിച്ചു. അനുവാദമില്ലാതെ വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതിക്കെതിരെ മരത്തഹള്ളി പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. ഫ്ലിപ്കാർട്ട് ഡെലിവറി ഏജന്റായ വിജയ് മല്ലികാർജുൻ കാമത്ത് എന്ന ആളാണ് ഫ്ളാറ്റിൽ അനുവാദമില്ലാതെ പ്രവേശിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയത്. യുവതി ഈ അനുഭവം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. യുവതിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി നഗ്നതാ പ്രദർശനം നടത്തിയെന്ന പരാതിയിലാണ് ഡെലിവറി ജീവനക്കാരൻ അറസ്റ്റിലായത്. വിജയ് മല്ലികാർജുൻ കാമത്ത് എന്നയാളാണ് പിടിയിലായത്. പാഴ്സലുമായി എത്തിയ ഡെലിവറി ജീവനക്കാരൻ വാഷ്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയും താൻ മറുപടി നൽകും മുൻപേ അകത്തു കയറിയതായും യുവതി ആരോപിച്ചു. അപരിചിതരെ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാറില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇയാൾ അനുസരിച്ചില്ല. തുടർന്ന് വാഷ്റൂമിൽ നിന്നിറങ്ങിയ ഡെലിവറി ജീവനക്കാരൻ യുവതിക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തി. ഇതിന്റെ വീഡിയോ അടക്കമാണ് യുവതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അനുവാദമില്ലാതെ യുവാവ് ശുചിമുറിയിൽ കയറിയതോടെയാണ് സുരക്ഷയുടെ ഭാഗമായി ഫോണിലെ വീഡിയോ ക്യാമറ ഓണാക്കിയത്. പുറത്തു വന്നപ്പോൾ താൻ ഭയപ്പെട്ടതുപോലെ സംഭവിച്ചെന്ന് യുവതി പറയുന്നു. पर मैं अंदर से बहुत डरी हुई, मैं दरवाजा ओपन रखी थी, दरवाजे के पास ही खड़ी थी और अपना कैमरा ऑन रखी थी. मेरे दिमाग में बस चल रहा था क्योंकि आजकल इतने ज्यादा क्राइम हो रहे हैं. पहली बार एक क्राइम हो रहे करके ना मैं घर से बाहर जाती हूँ, ना मैं किसी के साथ भी नहीं जाती. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഫ്ലിപ്കാർട്ട് യുവതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടയുടൻ ബന്ധപ്പെട്ട ഡെലിവറി പങ്കാളിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായും അവർ വ്യക്തമാക്കി. മാരത്തഹള്ളി പോലീസ് സ്റ്റേഷനിൽ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 ബംഗളൂരു. കോഴിക്കോട് KSRTC ബസ്സിൽ കണ്ടക്ടറെ തോക്കു ചൂണ്ടി കവർച്ച നടത്തിയ കേസിലെ പ്രതി 36 വർഷത്തിന് ശേഷം മൈസൂരുവിൽ പോലീസിന്റെ പിടിയിൽ. മലപ്പുറം ഊർങ്ങാട്ടേരി സ്വദേശി VK ജോസിനെയാണ് തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ശിവകുമാർ എന്ന പേരിൽ മൈസൂരുവിൽ ഭാര്യയ്ക്കൊപ്പം അപ്പാർട്ട്മെന്റിൽ താമസിച്ചു വരികയായിരുന്നു. ദമ്പതികൾ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് ഭാര്യ പോലീസിനെ വിളിച്ചതാണ് ജോസ് പിടിയിലാകാൻ കാരണം. മലപ്പുറം ഊർങ്ങാട്ടേരി സ്വദേശി VK ജോസ് 1990-ലാണ് കേരളത്തിൽ വെച്ച് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയത്. തിരുവമ്പാടി കൂമ്പാറ ബസ് യാത്ര അവസാനിപ്പിച്ച സമയത്ത് പ്രതി ബസ്സിലെത്തി തോക്ക് ചൂണ്ടി കണ്ടക്ടറിൽ നിന്ന് പണം കവരുകയായിരുന്നു. ഇത് സംബന്ധിച്ച് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ജോസ് ഒളിവിൽ പോയി. പിന്നീട് മൈസൂരുവിലെത്തിയ ജോസ് പെയിന്റിംഗ് ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഇതിനിടെ വിവാഹവും കഴിച്ചു. 2 പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞു. ബുധനാഴ്ച രാത്രി ജോസും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായി. തർക്കം രൂക്ഷമായതോടെ ഭാര്യ പോലീസ് എമർജൻസി നമ്പറായ 112 വിളിച്ചതാണ് 36 വർഷത്തിന് ശേഷം ജോസ് പിടിയിലാകാൻ വഴിയൊരുക്കിയത്. വീട്ടമ്മ വിളിച്ചതിനെ തുടർന്നെത്തിയ മൈസൂരു നരസിംഹരാജ പോലീസ് വീട് പരിശോധിച്ചപ്പോൾ ജോസിന്റെ കട്ടിലിനടിയിൽ നിന്ന് നാടൻ തോക്കും കേരളത്തിലായിരുന്നപ്പോഴുള്ള ഏതാനും രേഖകളും കണ്ടെടുത്തു. ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഇയാൾ പരസ്പര വിരുദ്ധമായ മറുപടി നൽകിയത് പോലീസിനെ സംശയത്തിലാക്കി. ഇതോടെ അവർ കേരള പോലീസുമായി ബന്ധപ്പെട്ടു. തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കവർച്ചാ കേസിൽ ജോസിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് നിലവിലുണ്ടെന്ന് അന്വേഷണത്തിൽ പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്ന് തിരുവമ്പാടി പോലീസ് മൈസൂരുവിലെത്തി ജോസിനെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലെത്തിക്കുകയായിരുന്നു.
താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ ജോസിനെ റിമാൻഡ് ചെയ്ത് കോഴിക്കോട് സബ് ജയിലിലേക്ക് അയച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കേരള പോലീസിനെ ഏറെ നാളായി വെട്ടിച്ചു നടക്കുന്ന കാപ്പ കേസ് പ്രതിയാണ് പത്തനംതിട്ട കൊടുമൺ അങ്ങാടിക്കൽ വടക്ക് സ്വദേശി കിച്ചു എന്ന് വിളിക്കുന്ന കാർത്തിക് ഉണ്ടെന്നറിഞ്ഞ് പോലീസ് എത്തിയാൽ ആ സ്ഥലത്ത് നിന്ന് നിമിഷങ്ങൾക്കകം മുങ്ങുന്നതാണ് പ്രതിയുടെ രീതി. പരിചയക്കാരുടെ വീട്ടിൽ ഒളിച്ചു താമസിക്കവേ പോലീസിന്റെ പാതിര പരിശോധനയിൽ ഒടുവിൽ കാർത്തിക് പിടിയിലായി. തിരുവനന്തപുരത്ത് നിന്നാണ് കൊടുമൺ പോലീസ് പ്രതിയെ ബലം പ്രയോഗിച്ച് പിടികൂടിയത്. കൊലപാതകമടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് കാർത്തിക്. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായ കാർത്തിക് തിരുവനന്തപുരത്ത് പരിചയക്കാരിയുടെ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നതിനിടെയാണ് പോലീസിന്റെ വലയിലായത്. കാർത്തിക് തിരുവനന്തപുരം തിരുപുറത്ത് ഉണ്ടെന്നുള്ള രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് രാത്രിയിൽ ഈ വീട്ടിലെത്തിയത്. പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ കാർത്തിക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു. തൃശൂർ രാഗം തിയേറ്റർ ഉടമ സുനിലിനെ വധിക്കാൻ ശ്രമിച്ചതടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് കാർത്തിക് എന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ കേസുകളും തൃശൂരിലാണ്. കൊലപാതകം, മോഷണം, കുഴൽപ്പണ ഇടപാട്, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ കേസുകളിലും ഇയാൾ പ്രതിയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് വാണിയംകുളത്ത് 3 അംഗ കുടുംബത്തെ 4 ദിവസമായി കാണാനില്ല എന്ന് പരാതി. വാണിയംകുളം കൃഷ്ണകൃപയിൽ ബാബു ഭാസ്കറിനെയും കുടുംബത്തെയുമാണ് കാണാനില്ലാത്തത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു, അന്വേഷണം ആരംഭിച്ചു. വാണിയക്കുളം കൃഷ്ണകൃപ വീട്ടിൽ 68 വയസ്സുള്ള ബാബു ഭാസ്കർ, ഭാര്യ 65 വയസ്സുള്ള രമാദേവി, മകൻ 32 വയസ്സുകാരൻ വിഷ്ണു എന്നിവരെ കാണാനില്ലെന്നാണ് പരാതി. ഇവരുടെ വീട് കഴിഞ്ഞ 4 ദിവസമായി പൂട്ടിയിട്ട നിലയിലാണ്. ബന്ധുക്കൾ ഇവരുടെ ഫോണുകളിൽ വിളിച്ചിട്ടും കിട്ടാതായതോടെ അയൽക്കാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ ഇവരുടെ പിക്കപ്പ് വാഹനം വീട്ടിൽ നിന്നും പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വാഹനത്തിൽ 3 പേരും പോയതായാണ് സംശയിക്കുന്നത്. പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചു വരികയാണ്. എൻ്റെ ഭാര്യ സഹോദരി വ്യാഴാഴ്ച രാവിലെ ഭർത്താവും മോനും വ്യാഴാഴ്ച രാവിലെ ഇവിടുന്ന് വണ്ടിക്ക് പോയതായിട്ട് ഞങ്ങൾക്കറിയാൻ സാധിച്ചു. അപ്പോൾ അത് ഞങ്ങളിവിടെ വന്ന് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും പോലീസുകാരിവിടെ വന്ന് വീട്ടിൽ നോക്കിയതനുസരിച്ച് വീട്ടിലാരെയും കണ്ടിട്ടില്ല. അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു 3 പേരും കൂടെ വണ്ടിയിൽ പോയിരിക്കുന്നു അറിഞ്ഞത്. ഇവരുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകൾ എല്ലാം സ്വിച്ച് ഓഫാണ്. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ വീട് സ്ഥിതി ചെയ്യുന്ന പനയൂർ തന്നെയാണ് അവസാന ലൊക്കേഷൻ കാണിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തിവന്ന യുവതി പോലീസിന്റെ പിടിയിലായി. മരുതോങ്കര സ്വദേശിനി KC കീർത്തനയാണ് പിടിയിലായത്. മറ്റൊരു കേസിൽ 36 ഗ്രാം MDMA-യുമായി 3 യുവാക്കളെ കൊടുവള്ളി പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി. അങ്കമാലിയിൽ 110 കിലോ കഞ്ചാവുമായി 4 ഒഡീഷ സ്വദേശികളെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. വീടിനുള്ളിൽ വിൽപ്പനയ്ക്കായി MDMA പാക്ക് ചെയ്യുന്നതിനിടെ സുഹൃത്തുക്കളായ 2 യുവാക്കൾ മലപ്പുറത്തും അറസ്റ്റിലായി. ചോക്കാട് സ്വദേശികളായ റിയാസ്, ഷിഹാദ് എന്നിവരാണ് പിടിയിലായത്. ശനിയാഴ്ച വൈകിട്ട് വടകര പോലീസും റൂറൽ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് മരുതോങ്കര സ്വദേശിനി KC കീർത്തനയെ പിടികൂടിയത്. ലഹരിമരുന്ന് ആവശ്യമുള്ളവർ പണം അയച്ചിരുന്നത് കീർത്തനയുടെ അക്കൗണ്ടിലേക്കാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്.
കീർത്തനയുടെ അക്കൗണ്ടിൽ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ എത്തിയതായി പോലീസ് പറയുന്നു. കീർത്തനയ്ക്ക് പണം കൈമാറിയ അക്കൗണ്ടുകളും പോലീസ് നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം 2 ഗ്രാം MDMA-യുമായി പിടിയിലായ വടകര സ്വദേശി സഫാനാണ് കീർത്തനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. പേരാമ്പ്രയിൽ നിന്ന് പിടികൂടിയ കീർത്തന നിലവിൽ റിമാൻഡിലാണ്. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ 36 ഗ്രാം MDMA-യുമായി 3 യുവാക്കളെ കൊടുവള്ളി പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി. കൊടുവള്ളിക്ക് സമീപം വാവാട് വെച്ച് പോലീസ് കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ കാറിനെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മാനിപുരം സ്വദേശികളായ ജിസാർ, മുഹമ്മദ് ജയ്സാൽ, താമരശ്ശേരി സ്വദേശി KA ശ്രീനു എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് എത്തിച്ച് ചെറിയ പാക്കറ്റുകളിലാക്കി കാറിൽ സഞ്ചരിച്ച് വിൽപ്പന നടത്തി വന്നിരുന്ന സംഘമാണ് പിടിയിലായത്. എറണാകുളം അങ്കമാലിയിലും വൻ ലഹരിവേട്ട നടന്നു. ഒഡീഷയിൽ നിന്നും എത്തിച്ച 110 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി ബൽഭദ്ര ധരുവ, ലക്ഷ്മൺ പത്ര, താരാശ്വർ പത്ര, പ്രദീപ് ഖണ്ഡഡെ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. വീടിനുള്ളിൽ വിൽപ്പനയ്ക്കായി MDMA പാക്ക് ചെയ്യുന്നതിനിടെ സുഹൃത്തുക്കളായ 2 യുവാക്കൾ മലപ്പുറത്ത് അറസ്റ്റിലായി. ചോക്കാട് സ്വദേശികളായ റിയാസ്, ഷിഹാദ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് 2.55 ഗ്രാം MDMA പിടിച്ചെടുത്തു. 1000 രൂപയുടെ പൊതികളാക്കിയാണ് പ്രതികൾ ലഹരി വിൽപ്പന നടത്താറുള്ളതെന്ന് പോലീസ് അറിയിച്ചു. വണ്ടൂർ പോലീസും ഡാൻസ് ഓഫും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച 8000 രൂപയും മയക്കുമരുന്ന് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. മുൻപും MDMA കേസുകളിൽ ഉൾപ്പെട്ട റിയാസിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പൊതുനിരത്തുകൾ സ്വന്തം തറവാട്ട് സ്വത്ത് പോലെ കണക്കാക്കുന്ന ചിലരുണ്ട്. നിരത്തുകളിൽ പാലിക്കേണ്ട നിയമങ്ങളും മര്യാദകളും ഒന്നും പാലിക്കാത്ത ഇത്തരക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. ഗുരുതരമായി പരിക്കേറ്റ രോഗിയുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസിന് വഴി നൽകാതെ കാർ ഡ്രൈവർ കാണിച്ച അഭ്യാസമാണ് ഇതിന്റെ വലിയ ഉദാഹരണം. തിരുവനന്തപുരം കഴക്കൂട്ടം മുതൽ മെഡിക്കൽ കോളേജ് വരെ ആംബുലൻസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയതായിട്ടാണ് പരാതി. സംഭവത്തിൽ ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കൊല്ലത്തുനിന്ന് ഗുരുതരമായി പരിക്കേറ്റ യുവാവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അതിവേഗത്തിൽ പോയ ആംബുലൻസിനാണ് മാർഗതടസ്സം സൃഷ്ടിച്ചത്. സൈറൺ മുഴക്കിയും ലൈറ്റിട്ടും അടിയന്തര സാഹചര്യമാണെന്ന് അറിയിച്ചിട്ടും കാർ ഡ്രൈവർ വഴി നൽകാൻ തയ്യാറായില്ലെന്നാണ് ആംബുലൻസ് ജീവനക്കാർ പറയുന്നത്. കഴക്കൂട്ടം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഭാഗത്ത് കാർ ആംബുലൻസിന് മുന്നിൽ തുടർച്ചയായി സഞ്ചരിച്ചതോടെ വിലപ്പെട്ട സമയമാണ് നഷ്ടമായത്. ആംബുലൻസിനെ മറികടന്നെത്തിയ വാഹനമാണ് പിന്നീട് യാത്ര തടസ്സപ്പെടുത്തിയതെന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. ഗുരുതരാവസ്ഥയിൽ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ ആംബുലൻസിന്റെ യാത്ര തടസ്സപ്പെടുത്തുന്നത് രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്നതിനാൽ കാർ ഡ്രൈവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. സൈറൺ മുഴക്കിയെത്തുന്ന അടിയന്തര വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ വഴി നൽകേണ്ടത് നിയമപരമായ ബാധ്യത മാത്രമല്ല, ഓരോ പൗരന്റെയും സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകാനൊരുങ്ങുകയാണ് ആംബുലൻസ് ജീവനക്കാർ. ന്യൂസ് 18 കൊല്ലം. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ മറ്റു ചില വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിഷയത്തിൽ അടിയന്തര അന്വേഷണം നടത്തി 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. പാലക്കാട് വടക്കഞ്ചേരിയിൽ ചെരുപ്പുകളും ഷൂസും മോഷണം പോകുന്നതായി പരാതി. വില കൂടിയ പാദരക്ഷകളാണ് മോഷ്ടാക്കൾ അപഹരിക്കുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.
കേരളത്തെ ആകെ നടുക്കിയതാണ് പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ്. ഒരു നാടാകെ ഭയപ്പാടോടുകൂടി ഓർക്കുന്ന പേരാണ് കേസിലെ പ്രതി ചെന്താമരയുടേത്. ഇരട്ടക്കൊലക്കേസിൽ വിധി പറയാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കി. ഈ മാസം 6-ന് വിധി പറയാനിരുന്ന കേസ് അനാരോഗ്യത്തെ തുടർന്ന് ജഡ്ജി അവധിയായതിനാൽ മാറ്റിവെക്കുകയാണ്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. 2025 ജനുവരി 27-നാണ് ചെന്താമര അയൽവാസിയായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. നേരത്തെ സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിന്റെ വിചാരണയ്ക്കിടെ പരോളിലിറങ്ങിയ സമയത്തായിരുന്നു ഇരട്ടക്കൊലപാതകം. സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഇരട്ടക്കൊലക്കേസിലും പ്രതിക്ക് കടുത്ത ശിക്ഷ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും നാട്ടുകാരും. പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ. നമസ്കാരം.